കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റിട്ട് കൃത്യം 2.5 വർഷം തികയാനിരിക്കെ സംസ്ഥാന ഭരണത്തിന്റെ കടിഞ്ഞാൻ ആരുടെ കയ്യിലായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള പോര് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് പാർട്ടിയിലെ സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ച് DK ശിവകുമാർ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ കസേര ഇളക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സിദ്ധരാമയ്യയുടെ വിശ്വസ്തർ ഹൈക്കമാൻഡിന് തന്നെ പരസ്യ വെല്ലുവിളി ഉയർത്തുന്നു. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരണം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബീഹാറിൽ നടന്ന തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പഠിക്കേണ്ടതാണെന്ന സന്ദേശമാണ് DK ശിവകുമാർ നൽകുന്നത്. ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ തടുക്കാൻ രാപ്പകലില്ലാതെ ശ്രമിച്ച ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. കർണാടകയിൽ BJPയുടെ സകല കള്ളക്കളികളും പൊളിഞ്ഞതും കോൺഗ്രസിന് അനുകൂലമായ ഭരണം വന്നതും DK ശിവകുമാറിന്റെ നേതൃമികവിലാണ്. എങ്കിലും കോൺഗ്രസിന്റെ സംഘടനാ മികവിലെ ദൗർബല്യം തന്നെയാണ് ഇപ്പോഴും എതിരാളികൾക്ക് ആയുധമാകുന്നതെന്ന് DK ശക്തമായി വാദിക്കുന്നു. എതിരാളിയുടെ ശക്തി തിരിച്ചറിയാനോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനോ സീറ്റ് വിജയിച്ചെടുക്കാനുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. എന്നാൽ DK ശിവകുമാർ ഉന്നയിക്കുന്ന ഈ സംഘടനാപരമായ വിമർശനങ്ങളെക്കാൾ വലുതാണ് കർണാടകയിലെ നിലവിലെ അധികാര തർക്കം. 2.5 വർഷം പൂർത്തിയാകുമ്പോൾ സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണം എന്ന ധാരണയാണ് ഇപ്പോൾ തകരുന്നത്. 2023 മെയ് മാസത്തിൽ സിദ്ധരാമയ്യ, DK ശിവകുമാർ, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചർച്ചയിലാണ് ഈ രഹസ്യ ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകിയതെന്നാണ് ശിവകുമാർ പക്ഷം അവകാശപ്പെടുന്നത്. ഈ കരാർ പരസ്യമാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ താൻ നൽകിയ വാക്ക് പാലിക്കുമെന്നും 2.5 വർഷം പൂർത്തിയാകുന്നതിന് ഒരാഴ്ച മുൻപ് രാജിവെക്കുമെന്നും സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, മന്ത്രിസഭാ രൂപീകരണ മന്ത്രിമാരോട് പോലും ഇത് 2.5 വർഷത്തേക്കുള്ള കാലാവധിയാണ് എന്ന് ഹൈക്കമാൻഡ് സൂചിപ്പിച്ചിരുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നിലവിൽ 2.5 വർഷത്തെ കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ താൻ 5 വർഷവും മുഖ്യമന്ത്രിയായി തുടരുമെന്ന് സിദ്ധരാമയ്യയുടെ വിശ്വസ്തർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ബസവരാജ് റായറെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. 2023 നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ കാലാവധി 2.5 വർഷത്തേക്ക് മാത്രമാണെന്ന് ഹൈക്കമാൻഡ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന ശക്തമായ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ ഇല്ലാത്തതും ജനകീയനുമായ സിദ്ധരാമയ്യയെ മാറ്റാൻ എന്താണ് കാരണമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, മാർച്ച് മാസത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കാൻ സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇത് നേരത്തെയുള്ള അധികാര കൈമാറ്റം അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മറുവശത്ത് ഹൈക്കമാൻഡ് തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ട് DK ശിവകുമാറിന്റെ പക്ഷത്തെ MLA-മാർ ഡൽഹിയിൽ തമ്പടിച്ച് ശക്തമായ സമ്മർദ്ദം തുടരുകയാണ്. ഹൈക്കമാൻഡ് രഹസ്യമായി ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ പരസ്യമായ പോരിലേക്ക് വഴിമാറിയതോടെ കർണാടകയിലെ അധികാരം പങ്കുവയ്ക്കുന്നത് നിയന്ത്രിത കൈമാറ്റത്തിലേക്ക് പോകുമോ അതോ കൊടുങ്കാറ്റായി മാറുമോ എന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം. DK ശിവകുമാറിന്റെ സംഘടനാപരമായ മികവും സിദ്ധരാമയ്യയുടെ ജനകീയ പിന്തുണയും തമ്മിലുള്ള ഈ പോരാട്ടം കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കർണാടകയിലെ അടുത്ത 2.5 വർഷത്തെ ഭരണം. അടുത്ത ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന നിർണായക തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാവിയും കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായയും നിർണ്ണയിക്കും.